ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായി അകന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ല എങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരു റീയൂണിയൻ അവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എന്നിട്ട് അവരുടെ കറണ്ട് എനർജിയെ നമുക്കിവിടെ നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസണേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനു മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് അവരുടെ കറണ്ട് എനർജി ഒന്ന് നോക്കാം, കറണ്ട് സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ നല്ല എനർജി അല്ലേ? ഒരു ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിനി എത്രമാത്രം അവരിൽ നിന്ന് അകന്നു പോയാൽ കൂടി നിങ്ങൾ വരാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട്. നിരന്തരമായി നിങ്ങളെപ്പറ്റി മാത്രം ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് കപ്സ് അല്ലേ, വീണ്ടും പ്രണയം തുടങ്ങുകയാണ്. ഇനി അതല്ല, ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ബന്ധങ്ങൾക്കും ബാധകമാണ്. അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്നത് നിങ്ങൾ എടുക്കണം കേട്ടോ. ഇവിടെ വരുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഇവിടെ കരകവിഞ്ഞൊഴുകുന്നുണ്ട് ഇവിടെ പ്രണയം, കണ്ടില്ലേ? ഇത് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ തുടക്കക്കാർക്കായിരിക്കാം, ആദ്യമായിട്ട് തുടങ്ങുന്നവർ, ഒരു പ്രണയം തുടങ്ങുന്ന ചില ആൾക്കാരുണ്ടായിരിക്കുമല്ലേ, അവരിലേക്കായിരിക്കാം. ഇനി അഥവാ പിണങ്ങിയിട്ട് തിരിച്ചു വരുന്നവരോടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്നും അകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും കൂടിച്ചേരാൻ തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കരകവിഞ്ഞൊഴുകുകയാണ് ഇവിടെ. ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു, കണ്ടില്ലേ? ഇവിടെ ഇതിനെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. ആ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് അത്രമാത്രം ഡീപ്പ് കണക്ഷനാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. നിങ്ങളിലേക്ക് ഡീപ്പായിട്ടുള്ള ഒരു പ്രണയം, അതാണ്. ടെൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ടെൻ ഓഫ് സോഡ് എന്ന് പറയും. ടെൻ ഓഫ് സോഡും വന്നിട്ടുണ്ട്, ഡെത്ത് ആൻഡ് റീബർത്തും വന്നിട്ടുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്ന ടെൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട്. അവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്. ഈ വിഷമം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോടുള്ള സ്നേഹം കണ്ടില്ലേ, ഇവിടെ കരകവിഞ്ഞൊഴുകുന്ന സ്നേഹം അത് നിങ്ങളോടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എത്രമാത്രം സ്നേഹിച്ചിരുന്ന സമയത്തായിരിക്കണം നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഈ ഒരു സ്നേഹബന്ധത്തിനിടയിൽ ഒരു വിള്ളൽ വീണിരിക്കുന്നു, ഒരു വേർപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വേർപാട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തോ ചീറ്റിംഗ് ആണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നിരിക്കാം. ഇനി എന്തായാലും ശരി, ഇതിനിടയിൽ ചിലപ്പോൾ അവരുടെ ബന്ധുക്കളാവാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളാവാം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ആരെങ്കിലും വന്ന് നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് സംഭവിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഒന്നെങ്കിൽ സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കാം, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരുപാട് സ്നേഹം നടിച്ച് വന്നിട്ട് ഇവിടെ ഒരു അകൽച്ച നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് മനസ്സിലായി. ഇപ്പൊ ഇവിടെ ഒരു ചീറ്റിംഗ് ആണ്. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇവിടെ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല, അവർക്ക് വന്ന് പെട്ടുപോയതാണ് ഇത്തരം ഒരു സാഹചര്യം. ടെൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം ഇവിടെ എല്ലാം കൊണ്ടും അവർ മരവിച്ചു പോയിരിക്കുന്നു. നാനാ വഴിയിലൂടെയും അവർക്ക് ഏറ്റിരിക്കുന്ന ഒരു വലിയ ഒരു ആഘാതമാണ്. കാരണം ഇതിൽ തന്നെയും സംശയിച്ച് നിങ്ങൾ വേർപെട്ടു പോയി, നിങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഇത്തരം പ്രശ്നം അവർക്ക് വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് തമ്മിലിടയിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഇത് അവർക്ക് മാത്രമായിട്ട് കരുതി ഉള്ളതാണെന്ന് കരുതി നിങ്ങൾ ഇത് ഇവിടെ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു തൽക്കാലത്തെ ഒരവസ്ഥയിൽ. ഇവിടെ അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് സംഭവിച്ചിരിക്കുന്നു പല കാര്യങ്ങൾക്കും. അതായത് ഒന്നുകിൽ ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ബന്ധുക്കളിൽ നിന്നും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് ഉണ്ടായിരിക്കാം, എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാം, നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവും, ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു അകൽച്ച നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്, ഒരു ഡെത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, തൽക്കാലത്തെ ആ സ്നേഹത്തിനുള്ള ഒരു
നിശ്ചലത വന്നു. അത് ബാക്കിലേക്കും ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. മനസ്സിലായി? നിങ്ങളതില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വിട്ടുപോയിരിക്കുന്നു. അതാണ്. ഒന്നുകിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാകാം. ഇതിപ്പോൾ അവരുടെ കറണ്ട് എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഈ ഒരു പ്രശ്നം. മനസ്സിലായോ? അവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം ഒരു എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ മോശകരമായ ഒരു സാഹചര്യത്തെ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് നിങ്ങൾ അവിടെ നിന്ന് പോയത്. നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാകും. കാരണം നിങ്ങൾ അവരുമായിട്ട് നല്ലതുപോലെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചിട്ട് സ്നേഹമില്ല എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി ചിലപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവണം. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും. ഇവിടെ ഒരു മാറ്റം സംഭവിക്കും, ഒരു പരിവർത്തനം ഇവിടെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരികെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇവിടെ മാറ്റം വരാനുള്ളതാണ്, റീബർത്ത് സംഭവിക്കാനുള്ളതാണ്. ഇവിടെ ഡെത്ത് സംഭവിച്ചു, ഇനി റീബർത്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു റീബർത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. മനസ്സിലായോ? അവിടെ നിന്ന് സന്തോഷമായിട്ട് പോകാൻ പറ്റും. ഇവിടെ പറ്റിയ ഈ ഒരു ചീറ്റിങ്ങിലൂടെ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഇത് തൽക്കാലത്തെ ഒരു എനർജിയാണെന്ന് നമുക്ക് പറയാം. തൽക്കാലത്തെ എനർജി അല്ല, ഇനി കുറച്ചുകൂടെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്ട് ആയിട്ട് കുറെ കാലമായിരിക്കാം, അല്ലേ? അങ്ങനെ അപ്പൊ ഇത് കുറെ കാലമായ ഒരു എനർജിയാണ്. ഇടത്ത് കുറച്ച് നാളായ എനർജിയാണ്. ചിലപ്പോൾ 2-3 മാസങ്ങൾ ആകാം. എന്നാൽ ഇവിടെ അവർ പേജ് ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യാൻ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളോട് അത് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അവർ സ്വപ്നം കാണുന്നു എല്ലായ്പ്പോഴും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കാരണം നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാൻ വേണ്ടി മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും മാറിയിരിക്കുകയാണ് ഇവിടെ. എന്താണ്? നിങ്ങളുടെ ഓർമ്മകളിൽ മാത്രം ഇരിക്കുകയാണ് ഇവിടെ. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളോട് ഇനി അത് പറയണം, ഇത് പറയണം, നിങ്ങളിലേക്ക് വരണം. അല്ലെങ്കിൽ വിവാഹം നടക്കാത്തവരാണെങ്കിൽ വിവാഹം നടക്കണം. ഇതുമല്ല എങ്കിൽ എങ്ങനെയെങ്കിലും കൂടെ ചേർന്ന് മുന്നോട്ട് പോകണം. കാരണം നിങ്ങളില്ലാതെ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്രമാത്രം നിഷ്കളങ്കമില്ലാത്ത ഒരു സ്നേഹത്തിലേക്കാണ് മുന്നോട്ട് ഇവിടെ പോകുന്നത്. നിങ്ങളെപ്പറ്റി അത്രമാത്രം ഡീപ്പായിട്ട് അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എംബ്രസ് ആണ് വന്നിരിക്കുന്നത്. എംബ്രസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടാൽ ഇവിടെ നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം. കാരണം നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നത്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നിരിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം, പണ്ടെങ്ങോ കണ്ടു മറന്ന ഒരു മുഖമാണല്ലോ ഇത്, നല്ല പരിചയമുള്ള മുഖമാണല്ലോ എന്നൊക്കെ പരസ്പരം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വളരെയധികം സ്നേഹത്തിൽ പോയ ഒരു കണക്ഷനാണ് എംബ്രസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ്? അവരുമായിട്ടുള്ള ഒരു വിവാഹം. അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടും വിവാഹം കഴിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന്. നിങ്ങളും അവരും ചിന്തിക്കുന്നു എന്നുള്ള ഇവിടെ രണ്ടുപേർക്കും കൂടെയുള്ള ഒരു എനർജിയാണിത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വിവാഹത്തിലേക്ക് പോകുന്ന എനർജിയാണിത് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പരിപൂർണത ഇവിടെ ഉണ്ട്. മാറ്റം വരാനുള്ളതാണ് ഇവിടെ. ഈ സ്നേഹത്തിന് മാറ്റം വരാനുള്ളതാണ്. മുന്നോട്ട് ഈ ഒരു ഇമോഷൻസിന്റെ ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെയധികം ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഫുൾ മൂണിനെ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലേ? ഇവിടെ എന്താണ്? ഇത് ഫുള്ളാവും. ഈ മാറ്റങ്ങൾ വന്നിട്ട് കുറേശ്ശെ മാറ്റം വന്നിട്ട് ഈ സ്നേഹം ഇവിടെ അതിൻ്റെ പരിപൂർണതയിലെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ല എങ്കിൽ അവർക്കും കൂടിച്ചേർന്ന് മുന്നോട്ട് വിവാഹത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റിലേക്ക് പോകണം. അതിനായിട്ട് ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഫാമിലി സഹിതം നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകണം. അവർക്ക് കുട്ടികളുണ്ടോ അവരുമായിട്ട് മുന്നോട്ട് പോകണം. ഒന്നിച്ച് കുട്ടികൾ ഒത്തുചേർന്ന് കുട്ടികൾക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതാണ് എംബ്രസിന്റെ എനർജി എന്ന് പറയുന്നത്. ഒരു പ്രഗ്നന്റ് ലേഡിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പ്രാധാന്യമുണ്ട്. കുട്ടികളെ കൂടെ സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? അല്ലാതെ നിങ്ങൾക്ക് കുട്ടി ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റലാവാം, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകണമെന്നല്ല ആഗ്രഹിക്കുന്നത്. കുട്ടികളെ കൂടെ സ്നേഹിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ. മനസ്സിലായി? അത്രമാത്രം ദൈവികമായ എനർജിയാണ് എംബ്രസിൻ്റെത്. അപ്പോൾ ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ്. ഈ ഒരു ദൈവികമായ എനർജി അല്ലെങ്കിൽ ദൈവികമായ ഈ ഒരു പ്രണയത്തിൽ
അവർക്ക് യാതൊരു തരത്തിലുള്ള അകൽച്ചയും വരില്ല. അവരിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അത്രമാത്രം സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കാവേ. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ്. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ അവരുടെ റിയൽ ആയിട്ടുമുള്ള സോൾമേറ്റ് തന്നെയാണ്. നമ്മളിവിടെ നേരത്തെ തന്നെ പറഞ്ഞു, എംപ്രസിന്റെ എനർജി വന്നപ്പോൾ പറഞ്ഞു എവിടെയോ കണ്ടുമറന്ന മുഖം അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ എവിടെയോ കണ്ടുമറന്ന ആ മുഖം. അതാണ് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ആദ്യം തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ട്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ എനർജിയാണ് ഇവിടെ കണ്ടില്ലേ, രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന ഈ എനർജിയാണ്. ഇത് വളരെയധികം കളർഫുൾ ആണ്. കളർഫുൾ ആവുക എന്ന് പറയുമ്പോൾ എന്താണ്, സ്നേഹം, സന്തോഷം, കുറച്ച് മുന്നോട്ടൊരു ആകാംക്ഷയിലൂടെ അല്ലെങ്കിൽ മുന്നോട്ട് പ്രതീക്ഷകളിലൂടെ മുന്നോട്ട് വരികയാണ്. രണ്ടുപേരും പരസ്പരം ലവ് ചെയ്യുന്നു, പരസ്പരം കെയറിങ് ഉണ്ടാവുന്നു. ഇവിടെ മനസ്സിലായി, കെയറിങ് അത്യാവശ്യമാണ്, സപ്പോർട്ട് അത്യാവശ്യമാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് വേണം മുന്നോട്ട് ഒരു ലൈഫിലേക്ക് പോകാൻ. ഇവിടെ നിറമുള്ള ഒരു ജീവിതത്തിലേക്കാണ് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത്. ഇവിടെ കണ്ടില്ലേ, അല്ല നിറപ്പകിട്ടാർന്ന ഒരു ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്താണ്, മഴവില്ലിന്റെ കളറാണ്. അപ്പോൾ ഇവിടെ പരസ്പരം ഹീല് ചെയ്ത് പോവുകയാണ്, പരസ്പരം ഹീല് ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ജീവിതം നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നു. ഇതാണ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണിത്. അപ്പോൾ നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ അവരുടെ സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഇവിടെ. മനസ്സിലായ, നിങ്ങളുടെ ആത്മമിത്രമാണ് അവരുടെ ആത്മമിത്രമാണ് നിങ്ങൾ എന്നാണ് അവരിവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്വന്തമാണ് അവരുടെ. അപ്പം നിങ്ങളെ വേർപെട്ടൊരു ജീവിതമില്ല. അതിന് തൽക്കാലത്തേക്കൊക്കെ പിണങ്ങും, തൽക്കാലത്തേക്ക് അകന്നു പോകും, പക്ഷെ വീണ്ടും തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരു കണക്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് സംഭവിച്ചിട്ടില്ലേ, അപ്പോൾ ഇടയ്ക്ക് സ്റ്റക്കാവും, സ്നേഹബന്ധം ഇടയ്ക്ക് സ്റ്റക്കാവും, വീണ്ടും വരും. അതാണല്ലോ റീബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയോ ഈ ഒരു ലൈഫിലോ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരും. കണ്ടില്ലേ, നിങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അവരിവിടെ ആലോചിക്കുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ്, നിങ്ങളോടുള്ള മനോഭാവമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണ്, നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്ത 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇതിനിടയിൽ എന്തൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവണം. പക്ഷെ എന്നിരുന്നാൽ കൂടെയും അവർ നിങ്ങളിൽ അഡിക്റ്റാണ്. നിങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകണമെന്ന് അവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവണം. കുറച്ചൊക്കെ വഴക്കിട്ടു, പിണങ്ങി, പക്ഷെ അവർക്ക് നിങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകണം. കാലിൽ ബന്ധിച്ചിരിക്കുകയാണ്, കാലിൽ വലിയൊരു ചങ്ങലയ്ക്ക് ബന്ധിച്ചിട്ടതുപോലെയാണ് അവരുടെ അവസ്ഥ. കാരണം നിങ്ങളുടെ ചിന്തകളിൽ നിന്നും അവർക്ക് നിങ്ങളെ വിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ ഒരു ചിന്തയിലാണ് അവരിവിടെ കഴിയുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇത്രമാത്രം ഈ ഒരു അവരുടെ മനസ്സ് മുഴുവനും നിങ്ങൾ തന്നെയാണ്. അവർ നിങ്ങളിൽ അഡിക്റ്റാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ നിന്നും ഈ ഒരു ചിന്തയിൽ നിന്ന് വേർപെട്ട് മുന്നോട്ട് പോകാനോ മറ്റൊരു ചിന്തയിലേക്ക് വരാനോ മറ്റൊരു വ്യക്തിയിലേക്ക് പോകാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ അവരുടെ കാലുകളിൽ ബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. അവരിപ്പോൾ സൈലന്റ് മൂഡാണ്. കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് മറ്റൊരു സന്തോഷങ്ങളിലും പങ്കെടുക്കാൻ പറ്റുന്നില്ല. അവർ മാറിയിരിക്കുന്നു, നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു. കണ്ടില്ലേ, മറ്റുള്ളവരോട് സന്തോഷിക്കാൻ പോകുന്നില്ല. കാരണം മറ്റുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. എന്താണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത്, എങ്ങനെയാണ്, നിങ്ങളോട് ഇനി എന്താണ് പറയേണ്ടത്, ഇതൊക്കെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ചിന്തകളോ ഓവറായിട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരോട് കൂടെ ചേർന്ന് മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും. അതുകൊണ്ട് അവർ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തൽക്കാലത്തെ ഒരു അവസ്ഥ അവർക്ക് നിങ്ങളോടുള്ളത് സ്വസ്ഥമായിരുന്ന് നിങ്ങളുടെ ചിന്തകളിൽ മാത്രം മുഴുകിയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നിങ്ങളോടുള്ള മനോഭാവം.
8 ഓഫ് വാൺസ്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ, അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഇവിടെ. നിങ്ങൾ അറിയാതെ നിങ്ങളെ പറ്റി അവർ ചിന്തിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളും ചിലപ്പോൾ ഇത് സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെ. ഇവിടെ ഒരു പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് അവരുടെ തോട്ട്സ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരിവിടെ ചിന്തിക്കുന്നു, നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, നിങ്ങളോട് എന്ത് പറയണം, കൂടുതലായിട്ട് നിങ്ങളുടെ തോട്ട്സ് അവരിലേക്ക് വരുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് റീയൂണിയൻ വേണം. ഇവിടെ സ്പീഡിലാണ് ആക്ഷൻ. വൺസ് അല്ലേ, ഇവിടെ ആവേശത്തോടുകൂടി എത്രയും സ്പീഡിലാണ് ഈ ഒരു ആക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെയധികം ആവേശത്തോടുകൂടി മുന്നോട്ട് വരണം. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങളറിയാതെ നിങ്ങളോട് സംസാരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെയധികം പാഷനേറ്റ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ. ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവരെപ്പോഴും വിചാരിക്കുന്നുണ്ട് നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവർ ഒറ്റയായി പോകുന്നു എന്നുള്ള ചിന്തയാണ് ഇവിടെ. നിങ്ങളില്ല എങ്കിൽ അവർ ഒറ്റയായി, ഞാനിപ്പോൾ ഒറ്റയായി, ഞാൻ സ്നേഹിച്ച പോലെ അവരെന്നെ സ്നേഹിച്ചില്ലല്ലോ. അവർ ചിന്തിക്കുന്ന അങ്ങനെയാണ്, മനസ്സിലായോ? അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ്. അവർ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇവിടെ, മനസ്സിലായി? ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഞാൻ ഒറ്റയായി പോയില്ലേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുമായിട്ട് കൂടെ ചേരണം. ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിരസത അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒറ്റയായി പോകുന്ന ആ ഒരു ജീവിതം വല്ലാത്ത വിരസത ആണ് അല്ലെ എന്ന് പറയുന്നത് പോലെ അവരിവിടെ ഒറ്റയ്ക്കായി പോയി. ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവരിവിടെ ഒറ്റയ്ക്കായി പോയി, ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് അവർ പോയി. അതായത് നിങ്ങൾ അവരെ ഒറ്റയ്ക്കാക്കി എന്നുള്ള ചിന്തയിലാണ് അവരിവിടെ കഴിയുന്നത്, മനസ്സിലായോ? അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം, നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത തന്നെയാണ് അവർക്കിവിടെ ഉള്ളത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വീണ്ടും ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഫൈവ് ഓഫ് കപ്സ് വന്ന് ഫൈവ് ഓഫ് പെന്റക്കിൾസ്. ഇവിടെ സ്നേഹം ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ സ്നേഹമില്ല എന്ന് കരുതുന്നു. ഇവിടെ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഫൈവ് ഓഫ് കപ്സ് ഒറ്റയായി പോയി, സ്നേഹമില്ല എന്നവർ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങളും അത് തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. നിങ്ങൾ സ്നേഹിച്ച പോലെ അവർ സ്നേഹിച്ചില്ല എന്ന് നിങ്ങളും തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? സ്നേഹം ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? അതില്ലെന്ന് കരുതിക്കൊണ്ട് ഇവിടെ മാറിയിരുന്ന് വിഷമിക്കുന്നു. നിങ്ങളും ഈ ഒരു ചിന്തയിലാവാം, അവർ ഈ ഒരു ചിന്തയിലാണ് ഇപ്പോൾ, കണ്ടില്ലേ? അവരിവിടെ ചിന്തിക്കുന്ന, അവർ ഇവിടെ വന്നിരിക്കുന്ന ഒറ്റയായി പോയി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റയായിപ്പോയി, എനിക്ക് ആരുമില്ല. ഇവിടെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം ഇത്തരത്തിൽ. അല്ലെങ്കിൽ അവർ പിന്നെയും ചിന്തിക്കും ഇവിടെ സ്നേഹമുണ്ട്, പക്ഷേ കണ്ടില്ലേ, ഇവിടെ സ്നേഹമുണ്ട് പക്ഷെ ഇല്ല എന്ന് കരുതി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വീണ്ടും ഒരു റീബർത്ത് സംഭവിക്കും എന്നാണ് കാണുന്നത്, മനസ്സിലായോ? നമുക്കിവിടെ ഇനി ഏഞ്ചൽസിന്റെ, റൊമാൻസ് ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ. ആദ്യം വന്നിരിക്കുന്നത് ദിസ് കുഡ് ബി ദ വൺ യു ആർ ആൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ ടു മ്യൂസിക്. നിങ്ങൾ ഇപ്പോൾ മെറ്റ് ചെയ്ത് കഴിഞ്ഞ്, നിങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ആൾറെഡി നിങ്ങൾ കൂടി ചേർന്നിട്ടുണ്ട് നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണറുമായിട്ട്, മനസ്സിലായി? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആൾറെഡി നിങ്ങളിവിടെ നിങ്ങൾ അന്വേഷിക്കുന്ന ഏത് പാർട്ട്ണറെയാണോ അവരുമായിട്ട് നിങ്ങൾ ഇവിടെ കൂടി ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, മനസ്സിലായോ? വളരെ നല്ല എനർജിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ വീണ്ടും കൂടി ചേരാനുള്ളവരാണ്. ഡിവൈൻ ടൈമിങ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. ഇവിടെ ഡിവൈൻ ടൈമിംഗ് ആണ്, ദൈവികമായ ആ സമയം ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നു നിങ്ങൾ കൂടിച്ചേരാൻ വേണ്ടി, മനസ്സിലായോ? ഇവിടെ ദൈവികമായ ആ സമയം ഇവിടെ വർത്ത് വെയിറ്റിംഗ് ഫോർ ആണ്. ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ സമയം, നിങ്ങൾ കൂടിച്ചേരാനുള്ള സമയം ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഡിവൈൻ ടൈമാണ് നിങ്ങൾക്കിടയിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ദൈവികമായ ആ ഒരു സമയം നിങ്ങൾക്കിടയിൽ, അഥവാ ദൈവികമായ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്കുണ്ട്. നിങ്ങൾ വീണ്ടും കൂടിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ദർ ഇസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ്പ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിന് ഒരു കെമിസ്ട്രിയുടെ ആവശ്യമില്ല. മനസ്സിലായോ? വേറെ യാതൊരു തരത്തിലുള്ള ബോണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു കെമിസ്ട്രിയുടെ മറ്റ് ഒരു കാര്യത്തിൻ്റെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തുണ്ട്? ആ ഒരു സ്നേഹമുണ്ട്. നിങ്ങളുടെ സോള് നിങ്ങൾക്ക് കൂട്ടായിട്ടിരിക്കുന്നു എപ്പോഴും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്, ഇവിടെ പറയുന്നതാണ്. ഫോർഗിവിങ് ആൻഡ് ലേണിങ്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ഫോർഗീവ് ചെയ്യാൻ പഠിക്കണം. മറ്റ് പല കാര്യങ്ങളും ലേൺ ചെയ്യാനുണ്ട് നിങ്ങൾക്കിടയിൽ, അല്ലേ? ഇനി നിങ്ങളത് ലേൺ ചെയ്ത് ഫോർഗീവ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ ഇത് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ നിമിഷവും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസന്റ് മൊമെന്റ്. കണ്ടില്ലേ? നിങ്ങൾക്ക് കൂടുതൽ നിമിഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഈ ഒരു കൂടുതലായിട്ടുള്ള ഒരു ആകർഷിക്കപ്പെട്ട ഈ ഒരു സ്നേഹത്തിലേക്ക് എന്നാണ് ഇവിടെയും കാണുന്നത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പാസ്റ്റിൽ എന്ത് നടന്നോ അതിനെ റിലീസ് ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുള്ളതാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് പിണക്കങ്ങൾ ഉണ്ടാകാറുള്ളതാണ്, ഇണക്കങ്ങളും ഉണ്ടാവും, അല്ലേ? എന്ന് കരുതിക്കൊണ്ട് പിണക്കം ഉണ്ടായിരുന്ന കാലത്തെ സംഭവങ്ങളെ മനസ്സിലിട്ടുരുട്ടി വീണ്ടും അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, വീണ്ടും ആവർത്തിച്ച് പറയാതിരിക്കുക. അങ്ങനെ പറയുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പാസ്റ്റിൽ എന്ത് നടന്നോ, നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷനിൽ പാസ്റ്റിൽ എന്ത് നടന്നോ അതിനെ വിട്ടേക്കുക, അതിനെ അങ്ങ് റിലീസ് ചെയ്യൂ. അതാണ് പറയുന്നത്. വീണ്ടും പുതിയ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരൂ, കൂടുതൽ ശക്തി പ്രാപിച്ച് നിങ്ങളുടെ സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ വീണ്ടും അവർ പറയുന്നത്. അപ്പോൾ ഓരോ ബന്ധത്തിൽ നിന്നും ഓരോ തരത്തിലും, അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള അടുപ്പത്തിൽ നിന്നും, ഓരോ പിണക്കങ്ങളിൽ നിന്നും, ഓരോ ഇണക്കങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചാൽ മാത്രം മതി. മറ്റ് പ്രശ്നങ്ങളെയൊക്കെ അങ്ങ് മറന്നേക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലൂസ് എടുക്കണം. നമുക്ക് റിലേഷൻഷിപ്പ് നോക്കിയില്ലല്ലോ. ഒന്ന് 2 കാർഡ് എടുക്കണമെന്ന് വിചാരിച്ചത്. ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഐസൊലേറ്റഡ് ആൻഡ് റിഗ്രറ്റ്ഫുൾ ലവ് ആണ്. കണ്ടില്ലേ? ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ അവർ ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളില്ലാതിരുന്ന ആ സമയത്ത് അവർ അത്രയും ഉറക്കമില്ലാതെ അവർ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? 2 ഓഫ് സോഡിൻ്റെ എനർജി റിസെൻറ്റ്മെൻറ്റ്. ഇവിടെ എന്താണ് പിണങ്ങി കഴിയുമ്പോൾ വിചാരിക്കുമോ ഇനി എന്ത് ചെയ്യണം, ഇനി ഒരിക്കലും മിണ്ടരുത്, കാണരുത്, കേൾക്കരുത്, എല്ലാം വിചാരിക്കും ഒരു പിണക്കം കഴിയുമ്പോൾ, അല്ലേ? പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കകം എങ്ങനെയാണ് വിചാരിക്കുന്നത്, ഇനി എങ്ങനെ വീണ്ടും ഒന്ന് സംസാരിക്കണമല്ലോ, ഇനി ആരാണ് തുടക്കം ഇടുന്നത്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എന്താണ് പറയേണ്ടത്, മെസ്സേജ് ചെയ്യാനോ കാൾ ചെയ്യാനോ അല്ലെങ്കിൽ കാണാനോ എവിടെയെങ്കിലും ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, ഒന്ന് കണ്ടേക്കാം, ഒന്ന് പറഞ്ഞേക്കാം. ഇതൊക്കെ വീണ്ടും മനസ്സിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരവസ്ഥ വരുമല്ല, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. ഡിറ്റർമിൻഡ് ആൻഡ് സക്സസ്ഫുൾ ആവും. ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും റീയൂണിയനിലേക്ക് പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിൽ വിഷമിക്കാനൊന്നുമില്ല. തീർച്ചയായിട്ടും അവർ വരും, നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ക്ലൂസ് എടുക്കാം. ക്ലൂസ് കുറച്ച് ദിവസമായാലും എടുത്തിട്ടല്ലേ. കുറച്ചെടുക്കാവേ. വന്നിരിക്കുന്നത് അക്വേറിയസ് ആണ്. കുംഭമാസം, അവിട്ടം, അര, ചതയം, ഉരുട്ടാതി, മുക്കാൽ. കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇ എഫ്, ലെറ്റർ ഇ, ലെറ്റർ എഫ്. സെപ്റ്റംബർ മന്ത്. നമ്പർ 7, തിരുവനന്തപുരം. ചിങ്ങമാസം, ലിയോ. മകം, പൂരം, ഉത്രം, കാൽ.
എറണാകുളം. ലെറ്റർ എ, ലെറ്റർ ബി. ജൂൺ മന്ത്. വെർഗോ, കന്നിമാസം. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര, അര. പൈസസ്, മീനമാസം. പൂരുരുട്ടാതി, കാൽ, ഉത്തിരട്ടാതി, രേവതി. ഏപ്രിൽ മന്ത്. ലെറ്റർ സി, ലെറ്റർ ഡി. തുല, ലിബ്ര. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ. ജാനുവരി മന്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ക്ലൂസ് ആർക്ക് റിസണേറ്റായി, റീഡിങ് ആർക്ക് റിസണേറ്റായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. വീഡിയോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.